ഹലോ. ശ്രീകാര്യം തിരുവനന്തപുരം ഭാഗത്ത് കഴിഞ്ഞ ഒക്ടോബർ മാസത്തിൽ കൊടും മഴ പെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഏതോ നല്ല മനുഷ്യസ്നേഹി ഉപേക്ഷിച്ചു പോയ 7 കുഞ്ഞുങ്ങളാണ്. അമ്മാമ്മയുടെ മരണാനന്തര ചടങ്ങുകളായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ ട്രിവാൻഡ്രം വരുന്നതും യാദൃച്ഛികമായി ഇത്രയും പെരുമഴയത്ത് പോലും ഈ കുഞ്ഞുങ്ങളുടെ സൗണ്ട് എനിക്ക് എങ്ങനെയോ കേട്ടു. അങ്ങനെയാണ് പോയി നോക്കിയപ്പോൾ തന്നെ ഒന്നും നോക്കിയില്ല, 7 എണ്ണം വിറങ്ങലിച്ച് കിടക്കുകയായിരുന്നു. അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന് ഫുഡ് കൊടുത്ത് ഏകദേശം 1 മാസത്തോളം തന്നെ അതിനെ ടേക്ക് കെയർ ചെയ്യുകയും പിന്നെ ഓരോന്നിൻ്റെ ആയിട്ട് അഡോപ്ഷൻ പോസ്റ്റുകൾ ഇടുകയും 7 എണ്ണവും നല്ല നല്ല വീടുകളിൽ എത്തുന്നത് കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഒരു സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് ആർക്കും അത് മനസ്സിലാവില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ഒരു ഡോക്ടറായ നിനക്ക് ഈ പട്ടിയുടെ പുറകെ നടന്നിട്ട് നാണമില്ലേ എന്നുള്ളത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊന്നും സാധാരണ ആൾക്കാർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ഒരു മൃഗസ്നേഹിക്ക് മാത്രമേ നമ്മൾ ഇത് ചെയ്യുമ്പോൾ അതുങ്ങൾ ഓരോ നല്ല വീട്ടിൽ എത്തിപ്പെടുമ്പോൾ അവർ ആ ഒരു വീട്ടിൽ കളിച്ച് നടക്കുമ്പോൾ കിട്ടുന്നൊരു സാറ്റിസ്ഫാക്ഷൻ ഒരു മൃഗസ്നേഹിക്ക് മാത്രമേ പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ. ഞാൻ എല്ലാവരോടും ഈ ചോദിക്കുകയാണ്, എന്തിനാണ് ഈ പൈസ കൊടുത്തിട്ട് മുന്തിയ ഇനത്തിനെ വാങ്ങിച്ച് ഒരു 4-5 വർഷം കഴിയുമ്പോൾ ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ കിഡ്നി ഫെയിലിയർ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അസുഖങ്ങൾ വന്ന് ഇതിനെയും കൊണ്ട് നടന്ന് ആശുപത്രി കയറി ഇറങ്ങുന്ന സമയം ഉണ്ടെങ്കിൽ ഇതേപോലെ തെരുവിലെ ഓരോ കുഞ്ഞുങ്ങളെ എടുത്ത് വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പൈസ കൊണ്ട് ലാഭമാണ്. പിന്നെ ഈ പറയുന്ന പോലെ മറ്റുള്ള ബ്രീഡ്സിനെക്കാട്ടിൽ ഇവർക്ക് എന്താ പറയുക, നമ്മളെ മെയിൻ്റനൻസ് കുറവാണ്. രണ്ടാമത്തെ കാര്യം, എന്ത് ഫുഡ് വേണമെങ്കിലും കൊടുക്കാം. മുന്തിയ ഹൈബ്രീഡ് അല്ലെങ്കിൽ ഡ്രൈ ഫുഡ് ഉണ്ടെങ്കിലേ പോവുകയുള്ളൂ. അങ്ങനത്തെ ഒന്നും ഒരു പ്രശ്നമില്ലെന്ന് ആൾക്കാർക്ക് മനസ്സിലാവുന്ന ഒരു കാലം വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇപ്പം നോക്ക്, ഈ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കാണാം, ഓരോ കുഞ്ഞുങ്ങളും ഓരോരുത്തരുടെ കയ്യിലാണ് എത്തിപ്പെട്ട് അവർ നോക്ക് സ്വന്തം കുഞ്ഞുങ്ങളെ പോലെ വീട്ടിൻ്റെ ഉള്ളിൽ ആണ് അവരെ വളർത്തുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ എടുക്കുന്ന ഓരോ എഫേർട്ടിനും എന്ത് നല്ലൊരു റിസൾട്ടാണ് കിട്ടുന്നതെന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഞാൻ എല്ലാവരോടും എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ, നിങ്ങൾ ഈ പൈസ കൊടുത്തിട്ട് ഈ കുഞ്ഞുങ്ങളെ വാങ്ങിക്കുന്നതിന് പകരം ഈ റോഡിലുള്ള ഓരോന്നിനെ എടുത്ത് വളർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ അതുങ്ങൾക്കും ഒരു ജീവിതം കിട്ടും, പിന്നെ നമുക്കും നല്ലതാണ് സത്യം പറഞ്ഞാൽ. അതുകൊണ്ട് എല്ലാവരും പ്ലീസ് അഡോപ്റ്റ്, ഡോണ്ട് ഷോപ്പ്. താങ്ക് യു.